തൃശൂരിൽ പാമ്പ് കടിയേറ്റ 3 വയസ്സുകാരിക്ക് ചികിത്സ വൈകിയെന്ന പരാതിയിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ആന്റി സ്നേക് വെനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്ന റിപ്പോർട്ടിൽ ഡിപ്പാർട്ട്മെന്റ് തല കണ്ടെത്തൽ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെയാണ് റിപ്പോർട്ട്. 2021 മെയ് 24-നാണ് കൃഷ്ണൻകോട്ട പാറയ്ക്കൽ ബിനോയിയുടെ മകൾ അൻവറിൻ ബിനോയ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. കാഷ്വാലിറ്റിയിൽ കൊച്ചിനെ കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടർ അവരോട് പറഞ്ഞത് ഉടനെ കൊച്ചിന് OP ടിക്കറ്റ് എടുത്തിട്ട് വരാനാണ് പറഞ്ഞു. OP ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഡിലേ വന്നു. അതിനുശേഷം ഡോക്ടർ മറ്റൊരു പേഷ്യൻറ്റിനെ നോക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ അവർ നോക്കാൻ തന്നെ വന്നത്. അതിനുശേഷം കൊച്ചിൻ്റെ BT-CT നോക്കിക്കൊണ്ടിരുന്നു. അവർ കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഓക്സിജൻ ലെവൽ നോക്കണത്. ഓക്സിജൻ ലെവൽ നോക്കിയപ്പോഴാണ് ഓക്സിജൻ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുഞ്ഞിൻ്റെ ഞാൻ വിദേശത്ത് നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഡോക്ടറോട് ആവശ്യപ്പെട്ട്, ഡോക്ടറെ കുഞ്ഞിനെ കടിച്ചേക്കുന്നത് പാമ്പാണ്, ആൻറ്റിവെനം കൊടുക്കുക ഡോക്ടറെ, ഞങ്ങൾ അടുത്ത ആശുപത്രിയിലോട്ട് എവിടേക്കെങ്കിലും അതിനുശേഷം കൊണ്ടുപോയിക്കോളാം എന്നാണ് ഞാൻ. നടരാജ് പരശുറാം തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. നടരാജ, ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഡ്യൂട്ടി ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്നാണോ? ആശുപത്രി എത്തിച്ചിട്ടും പ്രശ്നത്തിന്റെ ഗൗരവം പറഞ്ഞിട്ടും ഡോക്ടർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ടും ആന്റിവെനം നൽകിയില്ല. കുഞ്ഞിനെ പാസ് എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിർത്തി. കുട്ടിക്ക് പാമ്പ് കടിയേറ്റു എന്ന് വിദേശത്തുള്ള അച്ഛൻ ചെയ്ത് പറഞ്ഞിട്ടും അപേക്ഷിച്ചിട്ടും ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇത് സംബന്ധിച്ച് ആരോഗ്യ പിന്നീട് അന്വേഷണം നടത്തിയതിലും ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായി ആരോഗ്യ വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരുടെയും മറ്റും ഒക്കെ തന്നെ ഇവർ പരിശോധിച്ചിരുന്നു. ആന്റിവെനം ഉണ്ടായിരുന്നില്ല എന്ന നിലപാട് ആദ്യം ഡോക്ടർക്ക് തന്നെ പിന്നീട് ഇതൊരു പരാതിയായപ്പോൾ സ്വീകരിച്ചെങ്കിലും രേഖയിലൂടെ ആന്റിവെനം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യവും വ്യക്തമായ കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യസ്ഥിതി മോശമായ ഒരു കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു പോകുമ്പോഴും പാലിക്കേണ്ട ഘട്ടങ്ങൾ ഡോക്ടർ പാലിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിൽ സമർപ്പിച്ചത്. ഇക്കാര്യത്തിൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതിയാണ് കുടുംബം പറയുന്നത്. ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ നടപടി വേണം എന്ന കാര്യമാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ശരി നടരാജ്.